ഡൽഹിയിലേക്കാണ്. സംഭാവന കൊള്ളയ്ക്ക് പിന്നാലെ അയോധ്യ സന്ദർശനത്തിനെത്തിയ UP കോൺഗ്രസ് അധ്യക്ഷൻ വീട്ടുതടങ്കലിൽ അജയ് റായിയെ ഹോട്ടൽ മുറിയിലാണ് തടങ്കലിലാക്കിയത്. പാർട്ടി MPമാരോടൊപ്പമാണ് അജയ് റായി എത്തിയത്. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ എന്തെങ്കിലും ഒരു സംഘർഷ പശ്ചാത്തലത്തിലൊക്കെയാണോ ഈ ഒരു വീട്ടുതടങ്കൽ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. സംഘർഷ പശ്ചാത്തലമല്ല, കാരണം അയോധ്യ സന്ദർശനം നടത്തുകയും അയോധ്യയിൽ ഈ സംഭാവന കൊള്ള കൊടുമ്പിരിക്കേണ്ട സമയത്താണ് കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശ് അധ്യക്ഷൻ അതേപോലെ തന്നെ MPമാർ അടങ്ങുന്ന ഒരു സംഘം ഇന്നലെ അയോധ്യ സന്ദർശനത്തിന് എത്തിയത്. അദ്ദേഹം UP അധ്യക്ഷൻ അടക്കമുള്ള MPമാർ ഒരു ഹോട്ടലിൽ, അത് പദ്മശ്രീ ഹോട്ടൽ എന്ന അയോധ്യയിലെ ഹോട്ടലിലായിരുന്നു. അവിടെ വെച്ചാണ് UP അധ്യക്ഷനെ തടങ്കലാക്കിയിരിക്കുന്നതാണ് പാർട്ടി ആരോപിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇപ്പോൾ SIT അന്വേഷണം നടക്കുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പോയി സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ, കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശിൻ്റെ അധ്യക്ഷൻ അതേപോലെ തന്നെ അമേത്തി MP അടക്കമുള്ള 4 MPമാരും 2 മുൻ MPമാരും അടക്കമുള്ള ഒരു ഡെലിഗേഷനാണ്, ഒരു പ്രതിനിധി സംഘമാണ് ഇന്ന് അയോധ്യ സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്താണ് ഇന്നലെ രാത്രിയോടെ അയോധ്യയിലെത്തുകയായിരുന്നു UPCC അധ്യക്ഷൻ. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹത്തെ ഇന്നലെ രാത്രിയെ തന്നെ വീട്ടു തടങ്കലിലാക്കുകയായിരുന്നു എന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. അയോധ്യയിൽ വീണ്ടും വിഷയമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരിട്ട് അയോധ്യ ക്ഷേത്രത്തിലേക്ക് സമരമുഖം തുറക്കാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ്. അതിൻ്റെ പടിയാണ് ഈ പ്രതിനിധി സംഘം ഈ അയോധ്യ സന്ദർശനമെന്നാണ് BJP ആരോപിക്കുന്നത്. ഏതായാലും അയോധ്യയിൽ ഈ വീട്ടുതടങ്കൽ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അയോധ്യ MP ഇന്ന് രാവിലെ UPCC അധ്യക്ഷനെ കാണാൻ ശ്രമിച്ചെങ്കിലും നിലവിലുള്ള സമാജ്വാദി പാർട്ടിയുടെ MPക്ക് സന്ദർശനം ലഭിച്ചില്ല എന്നും സമാജ്വാദി പാർട്ടി ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും അയോധ്യയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ഭരണകൂടം, അതായത് ജില്ലാ ഭരണകൂടവും തമ്മിൽ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട് ശ്രീലക്ഷ്മി.